നെക്സ്റ്റ് സെക്കൻഡ് ബാച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. ആ തന്നിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് റിവൈസ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. Now, നമ്മുടെ അറിയാം BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിത 2023 ഏത് റീപ്ലേസ് ചെയ്ത് വന്നതാണ്? ഇന്ത്യൻ പീനൽ കോഡ് IPC റീപ്ലേസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ BNS ഒരു ക്വസ്റ്റ്യൻ നോക്കാം. BNS. Under BNS 2023, which section deals with the offense of murder? ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 103-ലല്ലേ മർഡറുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BNS introduces which of the following new offenses? ഈ BNS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ഒഫൻസ് ഏതാണ്? അഡൽട്ടറി, സെഡീഷൻ, ഓർഗനൈസ്ഡ് ക്രൈം, ക്രിമിനൽ കോൺസ്പിറസി. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നമ്മൾ അഡൽട്ടറി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്തത് BNS-ലെ ക്രൈം ഒഫൻസ് ആയിട്ട്? ഓർഗനൈസ്ഡ് ക്രൈം നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഓപ്ഷൻ സി ഓർഗനൈസ്ഡ് ക്രൈം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, BNS. In the BNS, offense of acts endangering sovereignty, unity and integrity of India replaces which former IPC offense? ഏത് നേരത്തെയുള്ള IPC ഒഫൻസ് ആണ് സോറിയന്റിയും യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും ബാധിക്കുന്ന രീതിയിലുള്ള ഒഫൻസ് വരുന്നത്? റൈറ്റിംഗ് ആണോ, സെഡീഷൻ ആണോ, അൺലോഫുൾ അസംബ്ലി ആണോ, വേജിംഗ് വാർ ആണോ? സെഡീഷൻ അല്ലേ? ഓക്കെ, സെഡീഷൻ. ഇത് നമ്മൾ IPC റീപ്ലേസ് ചെയ്ത് വന്ന പ്രൊവിഷൻ തന്നെയാണ്. അടുത്ത, വാട്ട് ഫോം ഓഫ് പണിഷ്മെന്റ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ BNS ഫോർ സർട്ടൻ ഒഫൻസസ്? ഏത് ഫോം ഓഫ് പണിഷ്മെന്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുതിയതായിട്ട്? കമ്മ്യൂണിറ്റി സർവീസ് അല്ലേ, പുതിയ ഫോം ഓഫ് പണിഷ്മെന്റ്. അടുത്ത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ BNS-ൽ നിന്ന് നോക്കാം. വിച്ച് ചാപ്റ്റർ ഓഫ് BNS ഔട്ട്ലൈൻസ് ദ ജനറൽ എക്സെപ്ഷൻസ് ടു ക്രിമിനൽ ലയബിലിറ്റി? നമുക്ക് ഏത് ചാപ്റ്ററിലാണ് വരുന്നത് ജനറൽ എക്സെപ്ഷൻ ടു ക്രിമിനൽ ലയബിലിറ്റി? ചാപ്റ്റർ 4-ലാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് BNSS 2023. നമുക്ക് BNSS-ന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. BNSS 2023 ഏതാണ്? CRPC ആണ് റീപ്ലേസ് ചെയ്ത് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യം. അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് BNSS can a police officer arrest a person without a warrant in cognizable offense? വാറണ്ട് ഇല്ലാതെ കോഗ്നൈസബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലീസ് ഓഫീസറിന് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 41 അല്ലേ? ഓക്കെ, അറസ്റ്റിന്റെ പ്രൊവിഷൻസ് നോക്കാതെ പോകരുത്. അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്, അറസ്റ്റ് വിത്ത് വാറന്റ്, അപ്പോൾ അതെല്ലാം നന്നായിട്ട് നോക്കിയിട്ട് പോവാം. അടുത്ത, BNSS incorporates a specific provision for the registration of a zero FIR. പുതിയ പ്രൊവിഷനാണ് സീറോ FIR. നമ്മൾ സീറോ FIR BNSS-ലാണ് പുതിയതായിട്ട് കാണുന്നത്. ഇത് ഏത് സെക്ഷനിലാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? സെക്ഷൻ 154, 154-ലാണ് ഇൻകോർപ്പറേറ്റിംഗ് ഈ സ്പെസിഫിക് പ്രൊവിഷൻ ആയിട്ട് രജിസ്ട്രേഷൻ ഓഫ് സീറോ FIR 154-ലാണ്. എന്താണ് സീറോ FIR എന്നൊക്കെ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കുക. Which provision in the BNSS deals with the power of the court to grant anticipatory bail? Anticipatory bail ഡീൽ ചെയ്യുന്ന പ്രൊവിഷൻ ഏതാണ്? സെക്ഷൻ 438-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. In BNSS, the procedure for the examination of an arrested person by a medical practitioner is a key procedural safeguard. Which section covers this? അപ്പോൾ ഒരു വ്യക്തി എക്സാമിൻ ചെയ്യുന്ന, ഒരു അറസ്റ്റഡ് പേഴ്സണിനെ എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയർ ആര്? മെഡിക്കൽ പ്രാക്ടീഷണർ. അത് ഏത് സെക്ഷനിലാണ് കവർ ചെയ്യുന്നത്? സെക്ഷൻ 53-ലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് BNSS-ലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. BNSS mandates that police must provide accused or their nominee with electronic means to track the progress of investigation. അപ്പോൾ ഈ പ്രൊവിഷൻ എന്താണ്? ദിസ് പ്രൊവിഷൻ aims to ensure transparency അല്ലേ? അത് പുതിയതായിട്ട് വന്ന ഒരു പ്രൊവിഷൻ കൂടിയാണ്. ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ആൻഡ് ഇസ് എ ന്യൂ അഡീഷൻ. ഇത് ഏത് BNS-ന്റെ സെക്ഷനിൽ വരുന്നു എന്നുള്ളത്. അതായത് പോലീസിന് ട്രാക്ക് ചെയ്യാൻ പറ്റും അക്യൂസ്ഡിനെയോ അയാളുടെ നോമിനിയോ. എന്താണ്? ഇലക്ട്രോണിക് മീൻസ്, അതായത് ഫോണിലൂടെയോ മറ്റ് മീൻസ് ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ട്രാക്ക് ചെയ്യുക ഒരു
ഇൻവെസ്റ്റിഗേഷന്റെ പ്രോസസ്സിന് വേണ്ടി. വേറെ ഒന്നിനും ആയിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഫോർ ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അക്യൂസ്ഡിനെയോ അയാളുടെ നോമിനിയെയോ. ഏത് പ്രൊവിഷനിലാണ്? സെക്ഷൻ 35ലാണ് ഈ ഇങ്ങനെയുള്ള ട്രാക്കിംഗ് സംഭവം കൊടുത്തിട്ടുള്ളത്. പുതിയതായിട്ട് ആഡ് ചെയ്ത പ്രൊവിഷനാണ് 35. നമുക്ക് BSA നോക്കാം. Under BSA, the provisions related to admissions and confessions are covered in which part? അഡ്മിഷനും കൺഫെഷനും കവർ ചെയ്യുന്നത് ഏത് പാർട്ടിലാണ്? BSAയിൽ. ചാപ്റ്റർ 3ലാണ് BSAയിൽ അഡ്മിഷനും കൺഫെഷനും കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സെക്ഷൻസ് ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ BSAയിലും PMSSലും ഒക്കെ ഡെഫിനിഷൻസ് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ടാണ് ഡെഫിനിഷൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അങ്ങനെ വന്നപ്പോഴാണ് ചാപ്റ്റേഴ്സിനൊക്കെ വ്യത്യാസം വന്നത്. വീണ്ടും ഈ അഡ്മിഷനും കൺഫെഷനും ഒക്കെ നേരത്തെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഉണ്ടായിരുന്നതാണ്. അത് റീപ്ലേസ് ചെയ്ത് വന്നതാണ് BSAയിൽ. വീണ്ടും ചാപ്റ്റർ 3യിലേക്ക് മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷൻ ആൻഡ് കൺഫെഷൻസ് ആർ കവേർഡ് ഇൻ ചാപ്റ്റർ 3 ഓഫ് BSA. BSA 2023 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 റീപ്ലേസ് ചെയ്ത് വരുന്നു. വിച്ച് സെക്ഷൻ ഓഫ് BSA ഡീൽസ് വിത്ത് റെലവൻസി ഓഫ് ഫാക്ട്? റെലവൻസി ഓഫ് ഫാക്ട് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 5. നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എവിടെയായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ മുന്നേ തന്നിട്ടുള്ള വീഡിയോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ നോട്ട് റിപ്പീറ്റിംഗ് ഹിയർ. അപ്പോൾ വേഗം ക്വസ്റ്റ്യൻസ് നോക്കി പോവാണ്. BSA മേക്സ് എ സ്പെസിഫിക് പ്രൊവിഷൻ ഫോർ അഡ്മിസിബിലിറ്റി ഓഫ് ഡിജിറ്റൽ എവിഡൻസ്. ഡിജിറ്റൽ എവിഡൻസിന്റെ സ്പെസിഫിക് പ്രൊവിഷൻ എവിടെയാണ്? അതായത് വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ അഡ്മിസിബിലിറ്റി എന്ന് എവിടെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ഡോക്യുമെന്ററി എവിഡൻസ്. ഇത് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. എന്ത്? ഡിജിറ്റൽ എവിഡൻസ് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഡിജിറ്റൽ എവിഡൻസിനെ ഫ്രണ്ടിലെ ഡെഫിനിഷനിൽ തന്നിട്ടുണ്ട്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോ. സ്പെസിഫിക് പ്രൊവിഷൻ ആയിട്ട് ഡിജിറ്റൽ എവിഡൻസിനെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്യുന്നു. അതെന്തിനാണ്? അഡ്മിസിബിലിറ്റി സ്റ്റാൻഡേർഡ് ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിച്ച് സെക്ഷൻ ഓഫ് BSA ഡീൽസ് വിത്ത് കോൺസെപ്റ്റ് ഓഫ് എസ്റ്റോപ്പിൽ? എസ്റ്റോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. സെക്ഷൻ 115ലാണ് BSAയിൽ എസ്റ്റോപ്പിൽ ഡീൽ ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇനി ക്രിമിനൽ ട്രയൽ, ഹൂ ജനറലി ഹാസ് ദ ബർഡൻ ഓഫ് പ്രൂവിംഗ് ദാറ്റ് ദ അക്യൂസ്ഡ് പേഴ്സൺ ഇസ് ഗിൽറ്റി? പ്രോസിക്യൂഷൻ ആയിരിക്കുമല്ലോ. അക്യൂസ്ഡ് ഗിൽറ്റി ആണ് എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രോസിക്യൂഷൻ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. അടുത്ത നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ആയി പോകും. ഓക്കെ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. The power to issue a writ for the enforcement of fundamental right is vested in the Supreme Court under which article? ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 32. ഓൾറെഡി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. Which landmark case is often referred to regarding the basic structure doctrine of the Indian Constitution? Basic structure doctrine, Indian Constitutionന്റെ basic structure doctrineൽ വരുന്ന ലാൻഡ്മാർക്ക് കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലേ? ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ്. അടുത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് പാർട്ടിലാണ് വരുന്നത്? എല്ലാവർക്കും അറിയാം, പാർട്ട് 4ലാണ്. എമർജൻസി പ്രൊവിഷൻസ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവർ ദ പ്രസിഡന്റ് ടു ഡിക്ലെയർ 3 ടൈപ്സ് ഓഫ് എമർജൻസീസ്. ഏതൊക്കെയാണ്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, പിന്നെന്താ? ഫിനാൻഷ്യൽ എമർജൻസി. വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് നാഷണൽ എമർജൻസി? ഏത് ആർട്ടിക്കിളാണ് നാഷണൽ എമർജൻസി ആയിട്ട് ഡീൽ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 352. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഇനി നമുക്ക് കോൺട്രാക്ട് ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, പ്രോപ്പർട്ടി ലോസും NI ആക്ട്, ഇതൊക്കെയാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് പോകുന്ന ഭാഗങ്ങളാണ്. ടൈം കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ NI ആക്ട് നോക്കുമ്പോഴത്തേക്കും PBC ഓർത്ത് വയ്ക്കുക, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്, ഈ 3 കാര്യങ്ങളാണ് NI ആക്ടിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881, NI ആക്ട് ഏത് വർഷമാണ്? 1881, ഡീൽസ് വിത്ത് ഡിസോണർ ഓഫ് എ ചെക്ക് ഫോർ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ്. നമുക്കിത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നോക്കാം അല്ലെ, ലെങ്തി വീഡിയോ ആയിട്ട്.